ഇപ്പോൾ ശ്രീ ജെ അജിത് കുമാർ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ചെന്നിത്തല NSSൻ്റെ ആസ്ഥാനത്ത് അവിടെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ മറ്റൊരിടത്ത് VD സതീശൻ വാർത്താസമ്മേളനം നടത്തുന്നു, പ്രതിപക്ഷ നേതാവ്. മറ്റൊരിടത്ത് മാത്യു കുഴൽനാടൻ MLA വാർത്താസമ്മേളനം നടത്തുന്നു. ചില സൂചനകളാണ്. ആരാണ് ഒന്നാമൻ, ആരാണ് തലവൻ, അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരാണ് നയിക്കാൻ പോകുന്നത് എന്നുള്ള ചില സൂചനകൾ. അന്ന് സ്വാഭാവികമായും മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ പ്രാധാന്യം ചെന്നിത്തലയുടെ ആ പ്രസംഗത്തിന് കൊടുക്കുകയും ചെയ്തു. 11 വർഷത്തിന് ശേഷം NSSനോട് അടുത്ത ചെന്നിത്തല എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ അസ്വസ്ഥന്മാരുടെ ഒരു കൂടാരം കോൺഗ്രസിൽ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, അവരുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതുമാണ്. ഈ തലവന്മാരാകാനുള്ള ഈ തത്രപ്പാട് നിലവിട്ടു പോകുന്നുണ്ടോ? ശ്രീ സിജു, ഞാൻ ഒരു കാര്യം തുടക്കത്തിലേ പറയട്ടെ. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഒരു കോൺഗ്രസിൽ തലവന്മാരെത്ര എന്നുള്ള ആ ചോദ്യം, അത് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടിക്കുള്ള വലിയൊരു അംഗീകാരമാണ്. കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് ഉന്നത ശീർഷരുണ്ട്, എല്ലാം തലപ്പൊക്കമുള്ളവർ. അപ്പോൾ എത്ര തലകൾ എന്ന് നമുക്ക് ഒരുപക്ഷെ എണ്ണിയാൽ തീരത്തില്ല. പക്ഷേ ഇതിൽ ഏതൊക്കെ തലകൾ അവസാനം നിർണായകമാകും എന്നുള്ളത് കാലാന്തരത്തിൽ തെളിയിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ശ്രീ കെ മുരളീധരൻ്റെ ആ ഒരു ബൈറ്റ് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടി ഉണ്ട്, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വമുണ്ട്. അപ്പോൾ ഈ ഒരുപാട് നേതൃത്വ നിരകളുള്ള, ഏറെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ തുടക്കത്തിലേ അംഗീകരിക്കുക. കോൺഗ്രസിൽ എത്ര തലവന്മാരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ശ്രീ സിജു, എന്നോട് ദേഷ്യം തോന്നരുത്, ആ ചോദ്യം CPIMനോട് ചോദിച്ചാൽ CPIMൽ എത്ര തലവന്മാരുണ്ട്? ഇപ്പോൾ സത്യം പറഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിൽ CPIMന് ഒരു തലയില്ല. ദൗർഭാഗ്യവശാൽ ശ്രീ സീതാറാം യെച്ചൂരി അപ്രതീക്ഷിതമായിട്ട് ആകസ്മികമായിട്ട് അകാലത്തിൽ കടന്നു പോയതിന് ശേഷം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അവിടെ വലിയൊരു ശൂന്യത അവശേഷിക്കുകയാണ്. ആ ശൂന്യത നികത്താൻ CPIMന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഇനി സംസ്ഥാന സമ്മേളനമൊക്കെ കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസ്സിന് ശേഷമായിരിക്കും അതിനൊരു ഉത്തരം കിട്ടുക. ഇപ്പോൾ ഒരു താൽക്കാലിക സംവിധാനം എന്നുള്ളൊരു അഡ്ഹോക്ക് അറേഞ്ച്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് മുൻ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് കാരാട്ട് ഇപ്പോൾ അവിടെ കാര്യങ്ങളിൽ ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ CPIMൽ ഇപ്പോൾ തലയില്ലാത്ത അവസ്ഥയിൽ കോൺഗ്രസ്സിൽ തലകൾ എത്ര ഉണ്ട് എന്നുള്ള ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. കോൺഗ്രസിൽ തലകൾ എത്രയും ഉണ്ടാകാം. കോൺഗ്രസിനെ പോലെ ഇത്രമേൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും പഴക്കം ചേർന്ന ജനാധിപത്യ സംവിധാനത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ അവിടെ നിരവധി തലകൾ ഉണ്ടാകാൻ തുടക്കത്തിൽ പറഞ്ഞവർ എല്ലാവരും തലപ്പൊക്കമുള്ളവരാണ്, ഉന്നത ശീർഷർ എന്ന് നമ്മൾ പറയുന്നവർ. ശരി, ശ്രീ അജിത് കുമാർ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ താങ്കൾ ഭംഗ്യന്തരേണ സൂചിപ്പിച്ചു പോയതുണ്ട്. ഇപ്പോൾ CPIMൻ്റെ സമ്മേളന കാലമാണ് എന്നുള്ളത് പറയുകയും ചെയ്തു. അഡ്ഹോക്ക് കമ്മിറ്റിയുടെ കോർഡിനേറ്ററായി പ്രകാശ് കാരാട്ടുണ്ട് എന്നൊക്കെ താങ്കൾ സൂചിപ്പിക്കുകയും ചെയ്തു. ഇവിടെ കോൺഗ്രസും CPIMും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ ചില തലകളുണ്ട്, CPIMൽ ഒരു സംഘടനാ സംവിധാനമുണ്ട്, ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, രാജ്യത്ത് അവർ മുന്നോട്ട് വെക്കുന്ന കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ മാറുന്നതല്ല, വർഗീയതയ്ക്കെതിരായ നിലപാടിൽ മാറ്റമുണ്ടാകുന്നതല്ല. ഇവിടെ കോൺഗ്രസിലെ തന്നെ ഈ താങ്കൾ നേരത്തെ പറഞ്ഞ തലകൾ എത്രയുണ്ട്, ആ തലകൾക്ക് ഓരോ തലയ്ക്കും ഓരോ രീതിയാണ്. കഴിഞ്ഞ ദിവസം തന്നെ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് വന്ന വിവാദത്തിൽ മുഖ്യമന്ത്രി ശിവഗിരിയിൽ നടത്തിയ പ്രസംഗത്തിൽ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ VD സതീശൻ പറഞ്ഞത് സനാതനധർമ്മം ഇന്ത്യയുടെ സംസ്കാരമാണ് എന്നുള്ളതാണ്. അത് ആ നിമിഷത്തിൽ തന്നെ കെ സുധാകരൻ തള്ളി. ഇതാണ് ആ തലകളുടെ പ്രശ്നം എന്ന് പറയുന്നത്. കോൺഗ്രസിലെ തലകളെല്ലാം ഓരോന്നും ഓരോ തലകളാണ്. CPIMനെ സംബന്ധിച്ച് ഒരൊറ്റ തലയാണ്, അത് അവരുടെ സംഘടനാ സംവിധാനമാണ്, അത് അവരുടെ പ്രത്യയശാസ്ത്രമാണ്. അതാണ് താങ്കൾ തലകൾ എത്ര ഉണ്ടായാലും ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, ആ തലകൾ പല തലകളായാൽ ആ പാർട്ടി എങ്ങനെ പച്ച പിടിക്കും എന്നുള്ളതാണ്. ആ പാർട്ടി ഇനി ഇപ്പോൾ പച്ച പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയല്ല, ഇനി 2026 നടക്കാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് വരാൻ പോകുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. അതിനെക്കുറിച്ച് യാതൊരു തർക്കവും വേണ്ട.
അപ്പോൾ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് നിദാനം തന്നെ അന്ന് 2026 യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്താൻ ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ ആയിരിക്കും, ആ കാര്യത്തിൽ എന്ത് കലഹം ഈ പാർട്ടിയിൽ നടക്കും എന്നുള്ളതിനെക്കുറിച്ചാണല്ലോ ഇപ്പോൾ ഏറെ അസ്വസ്ഥത CPI-നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അസ്വസ്ഥതയ്ക്കും കാര്യമില്ല. തീർച്ചയായും ഞാൻ പറയുന്നു, നേരത്തെ ശ്രീ മുരളീധരൻ്റെ ആ ബൈറ്റിൽ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു UDF അധികാരത്തിലേക്ക് വരുന്നൊരു സാഹചര്യം വരുമ്പോൾ, കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, അതിനെ ആ മുന്നണിയെ, ആ സർക്കാരിനെ ആര് നയിക്കണം എന്നുള്ളത് അന്നത്തെ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കാൻ നിരവധിയായ സംവിധാനങ്ങൾ അല്ല ശ്രീ ജെ അജിത് കുമാർ, കഴിഞ്ഞ തവണ തന്നെ ഈ 2020 നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് തന്നെ ഈ രണ്ടാം പിണറായി സർക്കാർ വരില്ലെന്നും മുഖ്യമന്ത്രി കുപ്പായം തച്ചിട്ട നിരവധി കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നു. സാഹചര്യങ്ങൾ മാറി, ഇനിയിപ്പോൾ ഒരു മൂന്നാം പിണറായി സർക്കാരിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുകയും ചെയ്തത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീ അജിത് കുമാർ, എല്ലാ അടവുകളും പയറ്റുകയാണ്. അതായത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തിയത് SDPI ആണ്. മുന്നണി സംവിധാനം UDF, കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF മുന്നണി സംവിധാനത്തിലെ പ്രബല പാർട്ടികളിലൊന്നായ ലീഗിൻ്റെ ഇപ്പോൾ ജീവൻ എന്ന് പറയുന്നത് SDPI ജമാഅത്തെ ഇസ്ലാമിയുമാണ്. അവിടെ ഒരു തരത്തിൽ അങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ നേതാക്കൾ നേരത്തെ പറഞ്ഞതുപോലെ തലകൾ പലതിങ്ങനെ ഇരിക്കണം. ഏതായാലും അജിത് കുമാറിലേക്ക് വരെ